ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ഒരു വിളക്ക് 7ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ദിവസം ഇന്ന് 9ാമത്തെ വിളക്ക് എനിക്ക് വെക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് മുന്നേ എടുത്ത വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാൻ പറ്റാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് അതിനുള്ള ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്ന് കേട്ടത് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് വഴിയെ പറയാം. എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, വീട്ടിലാകെ പ്രശ്നങ്ങളാണ്, വീട് മൊത്തം ഒരു നെഗറ്റിവിറ്റിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റൂട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് വിളക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതിന് ഭയങ്കര ഒരു എക്സാമ്പിളാണ് ഞാൻ കേട്ടോ. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാതെ നമ്മൾ തന്നെ സ്വയം തിരിച്ചറിവുണ്ടായി നമ്മൾ സ്വയം അതിനെ നേരിടാനായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് മാറ്റം കണ്ടു തുടങ്ങും. അതിന് ആദ്യമായിട്ട് വേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എനിക്കതില്ലല്ലോ, മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ എന്നുള്ള ആ ഒരു തോട്ട് നമ്മൾ ആദ്യം തന്നെ മാറ്റാം കേട്ടോ. എനിക്കിപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വളരെ നല്ലൊരു രീതിയിൽ നിന്നിരുന്ന ഞാനായിരുന്നു. സിറ്റുവേഷനൊക്കെ അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് ഞാൻ വലിയൊരു തകർച്ചയിലേക്ക് വന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. നമുക്ക് തകർച്ച വരുമ്പോഴാണ് നമുക്ക് പലതും പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ ഓരോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ദൈവം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പല ആൾക്കാരെയും പഠിക്കാൻ പറ്റി. ആരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ജേണിയിൽ എനിക്ക് പഠിക്കാനായിട്ട് ഇന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കതിനുള്ള ധൈര്യവും ഉണ്ട് കേട്ടോ. എനിക്ക് നഷ്ടപ്പെട്ടത് എല്ലാം എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് ഞാനിപ്പം വിശ്വസിക്കുന്നത്. അതെനിക്ക് പറ്റും. അതിനുള്ള പാതയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2017 തൊട്ടാണ് ഞങ്ങളുടെ ഒരു കഷ്ടകാലം തുടങ്ങുന്നത് കേട്ടോ. നല്ല നിലയിലായിരുന്നു. വലിയ വീടൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടാണ് നമ്മൾ വെച്ച് തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വലിയ വീഴ്ചയുണ്ടായി. അങ്ങനെ ഒരു 5-6 വർഷത്തോളം ഭയങ്കര കഷ്ടപ്പാട് വെച്ച വീട് നമുക്ക് വിൽക്കേണ്ടി വന്നു. എന്നാൽ ആ വീടൊക്കെ വിറ്റപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. പക്ഷെ എനിക്ക് ആ ഒരു വിഷമം എൻ്റെ മനസ്സിലില്ല. എനിക്ക് അതിനേക്കാളും നല്ലത് എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ 2017 ആ ഒരു ടൈമിലാണ് ഹസ്ബൻഡ് ജോലി പോയി എന്നിട്ട് വീണ്ടും ആള് ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് കൊറോണ ടൈമിൽ ആള് നാട്ടിൽ വന്നു. തിരിച്ചു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ടൈമിൽ വാക്സിൻ എടുത്തവർക്കൊക്കെ കയറി പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഒരു 6 മാസത്തോളം നാട്ടിൽ നിൽക്കേണ്ടി വന്നു ആൾക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും കോൺട്രാക്റ്റൊക്കെ നഷ്ടപ്പെട്ട് പോകാൻ പറ്റിയില്ല. അന്ന് തൊട്ട് നമുക്ക് ഭയങ്കര ലൈഫിൽ ഉയർന്നിരുന്നിട്ട് നമ്മൾ താഴോട്ട് പോകുമ്പം നമുക്കുണ്ടാവുന്ന കുറേ ചേഞ്ചസ് ഉണ്ടല്ലോ. അത്രയ്ക്കും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റും നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നുള്ളൊരു തിരിച്ചറിവ് ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് 2 ദിവസമൊക്കെ നമ്മുടെ ബന്ധുക്കളും എല്ലാവരും സഹായിക്കും. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം തൊട്ട് അവർ അത് ചെയ്യില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് കലിയുഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിലൊന്നും വിഷമം വിചാരിക്കാതെ മുന്നോട്ട് പോവാം. ഇപ്പോൾ ആ ഒരു ലൈഫ് മാറി വരികയാണ്. ഇവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്. പക്ഷെ അതിൽ നിന്ന് കാര്യമായിട്ടുള്ള വരുമാനം ഒന്നുമില്ലായിരുന്നു. ഒരുപാട് റെൻറ്റ് കൊടുക്കണം, അങ്ങനെയുള്ളൊക്കെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വിളക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് കേട്ടോ. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ന് 9ാമത്തെ ദിവസം ഹസ്ബൻഡിന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എടുക്കാനുള്ള
ഇത് വന്നു, മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നാളെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, മെഡിക്കൽ എടുത്ത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് വരുന്നുണ്ട്. ഇതിനു മുന്നേ പല ഇൻ്റർവ്യൂവും ആള് പാസ്സാവും എന്നിട്ട് കിട്ടും, പക്ഷെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടില്ല. പല പ്രശ്നങ്ങൾ, പല തരത്തിലുള്ള തടസ്സങ്ങളായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ പറയാം. ലെങ്ത്ത് കൂടും, വീഡിയോയുടെ ലെങ്ത്ത് കൂടും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ പ്രാർത്ഥിച്ച് നോക്കൂ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ വരും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്